അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായി എന്നെ എൻ്റെ കുടുംബത്തെയും ഈ അൾത്താരയിൽ നിർത്തിയതിന് അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ടെസീന ജോസ്. ഇത് ഹസ്ബൻഡ്. ഇത് 2 കുഞ്ഞുങ്ങൾ, ഇസബെല്ല, ഇയാൻ. ഇതെൻ്റെ സഹോദരൻ അരുൺ. ഞങ്ങൾ കാസർഗോഡ് ജില്ലയിലെ വരക്കാട് ഇടവകയിൽ നിന്ന് വരുന്നു. ഞങ്ങൾ അയർലൻഡിൽ കുടുംബമായിട്ട് ജോലി ചെയ്യുന്നു. കൃപാസനവും ഉടമ്പടിയുമായിട്ടുള്ള എൻ്റെ ബന്ധം ആരംഭിക്കുന്നത് 2023 മൂത്ത കുഞ്ഞ് ഇസബെലിനെ ഞാൻ 32 ആഴ്ച പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോഴാണ്. അതുവരെ ഹെൽത്തി ആയിട്ട് പോയിക്കൊണ്ടിരുന്ന പ്രഗ്നൻസി പെട്ടെന്ന് എൻ്റെ വാട്ടർ ബ്രേക്കായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ട് വീട്ടിൽ വിളിച്ചപ്പം ഹസ്ബൻഡിൻ്റെ പേരൻസ് ഉടമ്പടി എടുക്കാനായിട്ട് ആദ്യമായിട്ട് കൃപാസനത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന വഴിയായിരുന്നു. അങ്ങനെ 33 ആഴ്ച 3 ദിവസമായപ്പം സിസേറിയനിലൂടെ ഇവളെ പുറത്തെടുത്തു. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നു 33 ആഴ്ച ആയുള്ളൂ, ചിലപ്പോൾ കൃത്രിമ ശ്വാസമൊക്കെ കൊടുക്കേണ്ടി വരും, ICUവിൽ വെക്കേണ്ടി വരും എന്നൊക്കെ. പക്ഷേ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ഒരു കുഴപ്പവും കൂടാതെ അവൾ നോർമലായിട്ട് ബ്രീത്ത് ചെയ്തു. അവരുടെ പ്രോട്ടോക്കോൾ 35 ആഴ്ച ആയതുകൊണ്ട് അതുവരെ അവളെ ഒബ്സർവേഷനായിട്ട് ഹോസ്പിറ്റലിൽ വെച്ചു. അപ്പോൾ എപ്പോഴും എൻ്റെ മനസ്സിലൊരു ചോദ്യം ഉണ്ടായിരുന്നു, എന്തുകൊണ്ട് ഒരു കുഴപ്പമില്ലാഞ്ഞിട്ടും പെട്ടെന്ന് ഇങ്ങനെ വാട്ടർ ബ്രേക്കായി. മനസ്സിലുണ്ടായിരുന്നു എന്താണെങ്കിലും എൻ്റെ കുഞ്ഞിൻ്റെ നല്ലതിന് വേണ്ടിയിട്ടായിരിക്കും എന്നുള്ളത്. അപ്പോൾ അത് എനിക്ക് കാരണം മനസ്സിലായത് ഞാൻ പിന്നീട് പറയാം. പിന്നെ രണ്ടാമത്തെ കാര്യം, അതിൽ അമ്മ മാതാവിന് ഈശോയ്ക്ക് 1000 നന്ദി പറയുന്നു. പേരൻസ് ഇവിടെ വന്നപ്പോൾ അവർ നിയോഗമായിട്ട് വെച്ചിരുന്നു, അമ്മയും കുഞ്ഞിനെയും കുഴപ്പങ്ങളൊന്നും കൂടാതെ ആരോഗ്യത്തോടെ ലഭിക്കുവാണെങ്കിൽ സാക്ഷ്യപ്പെടുത്തിക്കോളാമെന്ന്. ആരോഗ്യ പ്രശ്നം കാരണം പേരൻസിന് ഇപ്പം വരാൻ പറ്റിയിട്ടില്ല. പിന്നെ രണ്ടാമത്തെ സാക്ഷ്യം, എനിക്ക് അയർലൻഡിലെ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായതാണ്. ഞാൻ 3 വട്ടം അറ്റൻഡ് ചെയ്തു, ഫെയിലായി. എനിക്ക് ഭയങ്കര ടെൻഷൻ. അവർ എക്സാമിനേഴ്സിനെ കാണുമ്പോഴത്തേക്കിനും ഞാൻ പഠിച്ച കാര്യങ്ങളോ ഒന്നും എൻ്റെ മനസ്സിലില്ല. ഭയങ്കര പാനിക്കായിട്ട്, ഭയങ്കര ബ്ലാങ്കായിട്ട് പോകും. അങ്ങനെ 4ാമത്തെ പ്രാവശ്യം ടെസ്റ്റിന് പോകുമ്പം ഞാൻ ഉടമ്പടി ധ്യാനം കൂടി പ്രാർത്ഥിച്ചു, അമ്മ മാതാവേ, എൻ്റെ മെറിറ്റ് കൊണ്ട് ഇതെനിക്ക് കിട്ടത്തില്ല, കാരണം എനിക്ക് ഭയങ്കര ടെൻഷനാണ്, സ്ട്രെസ്സാണ്, എല്ലാം മറന്നു പോകും, ഒന്നും കൃത്യമായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. ടെസ്റ്റ് ഉപേക്ഷിച്ച് എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഇറങ്ങിപ്പോയാൽ മതി എന്നുള്ളൊരു മാനസികാവസ്ഥയിലാണ് ഞാൻ ഓരോ ടെസ്റ്റിനും പോകുന്നത്. അപ്പോൾ ആ 4ാമത്തെ പ്രാവശ്യം പോയപ്പം എനിക്ക് അമ്മ മാതാവിനെ പോലെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ലേഡി എക്സാമിനറെ കിട്ടി. അങ്ങനെ അന്ന് എനിക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാകാൻ പറ്റി. അതിന് അമ്മ മാതാവിന് നന്ദി പറയുന്നു. പിന്നീട് ഞങ്ങൾക്ക് ഒരു കാറുണ്ടായിരുന്നു, കുറച്ചും കൂടെ വലിയതായിട്ടുള്ളൊരു കാറ് വേണം, കുറച്ചും കൂടെ സ്പേസൊക്കെ സൗകര്യമുള്ളൊരു കാറ് വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെപ്പോഴും നോക്കുമെങ്കിലും നമുക്ക് പറ്റിയ ബഡ്ജറ്റ് അല്ലാത്തതുകൊണ്ട് അതെപ്പോഴും വിട്ടുവിട്ട് പോകുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം നോക്കിയപ്പം കൃപാസന മാതാവിൻ്റെ ഗ്രേ കളറുള്ളൊരു കാറ് കണ്ടു. അത് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ബഡ്ജറ്റിനുള്ളിലുള്ളൊരു കാറായിരുന്നു. അപ്പോൾ ഇങ്ങനെ അതൊരു സെക്കൻഡ് ഹാൻഡ് കാറാണ്. അത് കാണാൻ പോകുന്നതിൻ്റെ തലേദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഇത് അമ്മ മാതാവ് ഞങ്ങൾക്ക് തരുന്ന കാറാണെങ്കിൽ ഒരടയാളം തരണമെന്ന്. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ മരിയ 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 എന്ന് 3 പ്രാവശ്യം കേട്ടു. എന്നിട്ട് ഞാൻ അടുത്ത മൊമെൻറ്റിൽ ഹസ്ബൻഡിനോട് പറയാണ്, ഇത് മാതാവ് നമുക്ക് തരുന്ന കാറാണെങ്കിൽ ആ ഓണറിൻ്റെ വൈഫിൻ്റെ പേര് മരിയ അല്ലെങ്കിൽ മേരി, അങ്ങനെ എന്തെങ്കിലും റിലേറ്റഡ് ആയിരിക്കും എന്ന്. പിറ്റേ ദിവസം ഞങ്ങൾ അവിടെ ചെല്ലുമ്പം ആ ഓണർ ഭാര്യേനെ മേരി എന്ന് വിളിക്കുന്നു. അപ്പം ഞങ്ങൾക്ക് ബോധ്യമായി ഇത് മാതാവ് ഞങ്ങൾക്ക് തരുന്ന കാറാണെന്ന്. അങ്ങനെ ഞങ്ങൾ അതിന് അഡ്വാൻസ് കൊടുത്തു. മാതാവ് ഞങ്ങൾക്ക് ആ കാറ് തന്നു, ആ ഗ്രേ കളറിലുള്ള കാറ്. പിന്നീട് അയർലൻഡിലൊരു വീട് മേടിക്കാൻ അമ്മ മാതാവും ഈശോയും ഞങ്ങളെ സഹായിച്ചതാണ്. ഞങ്ങൾക്ക് വളരെ ചെറിയ മിനിമം ബാലൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ലോൺ പേപ്പർ എല്ലാം ഒരു 6 മാസ കാലാവധിയാണുള്ളത് ലോൺ സാങ്ഷൻ ആകാനുള്ളത്. അതിനുള്ളിൽ ബിൽഡേഴ്സിൻ്റെ സൈഡിൽ നിന്നുള്ള എല്ലാ പേപ്പേഴ്സും അവരുടെ ബാങ്കിൽ എത്തിയെങ്കിൽ മാത്രമേ ലോൺ സാങ്ഷൻ ആവുള്ളൂ. അങ്ങനെ അവസാന സമയങ്ങളെടുത്തിട്ടും ബിൽഡേഴ്സിൻ്റെ സൈഡിൽ നിന്നുള്ള എല്ലാ പേപ്പേഴ്സും അവിടെ എത്താത്തപ്പം ആ ഒരു 6 മാസം കഴിഞ്ഞാൽ ഞങ്ങൾ ആദ്യ പേപ്പറുകളെല്ലാം ആദ്യം തൊട്ട് എല്ലാ പേപ്പറുകളും സബ്മിറ്റ് ചെയ്യണം. അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അങ്ങനെ പലരിലൂടെ മാതാവ് ഇടപെട്ട് കറക്റ്റ് ആ ലോണിൻ്റെ 6 മാസത്തെ കാലാവധി തീരുന്ന ആ ദിവസം ഞങ്ങൾക്ക് ബാങ്കിൽ നിന്ന് ലോൺ വിഡ്രോ ചെയ്യാനായിട്ട് മാതാവും ഈശോയും ഞങ്ങളെ സഹായിച്ചു. പിന്നെ ഈ സമയത്ത് ഞാൻ 2024 ഫെബ്രുവരിയിലാണ് ഓൺലൈൻ ഉടമ്പടി എടുത്തത്. ഓൺലൈൻ ഉടമ്പടിയിലായിരുന്ന സമയത്താണ് എനിക്ക് ഈ അനുഗ്രഹങ്ങളൊക്കെ സാധിച്ചത്. പിന്നെ 2024 നവംബർ 29 ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു. ഉടമ്പടിയിൽ നിയോഗമായിട്ട് കുടുംബ ജീവിതത്തെ വിശദീകരിക്കണമെന്ന്, വിശുദ്ധരായ കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിക്കണമെന്ന് നിയോഗം വെച്ചിരുന്നു. അങ്ങനെ തിരിച്ചു നിന്ന് ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുകയും തിരികെത്തിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സമയത്ത് കുറച്ച് ദിവസങ്ങളിലായിട്ട് തിരിയിലെ നാളത്തിൽ ഇങ്ങനെ ഒരു ഗർഭസ്ഥ ശിശുവിൻ്റെ പോലെ ഒരു കിഡ്നി ബീൻസിൻ്റെ ഒരു ഷേപ്പിൽ കാണുകയാണ്. അപ്പം മനസ്സിലിങ്ങനെ തോന്നൽ വരികയാണ്, ഇനി പ്രഗ്നൻ്റ് ആയിരിക്കുമോ.
അപ്പോൾ നാട്ടിൽ വന്ന സമയത്ത് PCOD കാരണം ഡോക്ടർ പീരിയഡ്സ് ആകാൻ ടാബ്ലറ്റ്സ് തന്നിട്ടുണ്ടായിരുന്നു. അത് കഴിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ടാബ്ലറ്റ്സ് കഴിക്കുന്നത് നിർത്തി. കുറച്ച് ദിവസം കഴിഞ്ഞ് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തപ്പം ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു. അങ്ങനെ ഉടമ്പടി നേർച്ച വസ്തുക്കളെന്നും തൈലവും ഉപ്പും ഒക്കെ എന്നും ഉപയോഗിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് മുമ്പോട്ട് പോയി. അങ്ങനെ 3-ാം മാസത്തിൽ പെട്ടെന്ന് എനിക്കൊരു ഹെവി ബ്ലീഡിങ് വന്ന് ആംബുലൻസ് വിളിച്ച് ഹോസ്പിറ്റലിൽ പോവുകയാണ്. അപ്പോൾ ആ ആംബുലൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഹസ്ബൻഡ് എനിക്ക് ഉടമ്പടി തൈലവും ഉപ്പും ഒക്കെ തേച്ചും കഴിക്കാനായിട്ടൊക്കെ തന്നു. അങ്ങനെ ഞാൻ മാതാവിനോട് പറഞ്ഞു, 3 മാസമാണെങ്കിലും ഞാൻ ഈ കുഞ്ഞിനെ എൻ്റെ ഉദരത്തിൽ വഹിച്ച് ആ ഗർഭകാലത്തെ എല്ലാ ബുദ്ധിമുട്ടുകളും സഹിച്ചപ്പം അമ്മ മാതാവും ഈശോയും തന്ന കുഞ്ഞാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം അമ്മ തന്ന കുഞ്ഞാണെങ്കിൽ ഈ കുഞ്ഞിനെ പൂർണ്ണ ആരോഗ്യത്തോടെ പൂർണ്ണ വളർച്ചയോടെ അമ്മയുടെ മുമ്പിൽ കുടുംബമായിട്ട് വന്ന് സാക്ഷ്യം പറയാൻ അനുവദിക്കണമെന്ന് ലഭിക്കുകയാണെങ്കിൽ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് നേർന്നിരുന്നു. അങ്ങനെ ആംബുലൻസ് ക്രൂ വന്നപ്പോൾ അവർ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞത് എന്ത് വാർത്തയും കേൾക്കാൻ തയ്യാറായിരിക്കണം എന്നാണ്. അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്നു. അവർ സ്കാൻ ചെയ്തപ്പം ഒരു കുഴപ്പമില്ലാത്ത കുഞ്ഞ് പൂർണ്ണ ആരോഗ്യത്തോടെ ഹെൽത്തി ആയിട്ട് തന്നെ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു ക്ലോട്ട്സ് ഉണ്ട്, അത് വലുതായാൽ പ്രഗ്നൻസി മിസ്കാരേജ് ആകും. പക്ഷേ എനിക്ക് ഒരു പേടിയും തോന്നിയില്ല. കാരണം ഇത്രയേറെ ബ്ലീഡിങ് ഉണ്ടായിട്ടും കുഞ്ഞിനെ ആരോഗ്യത്തോടെ എൻ്റെ ഉദരത്തിൽ സംരക്ഷിക്കാൻ അമ്മയ്ക്കും ഈശോയ്ക്കും അറിയാമെങ്കിൽ ഈ കുഞ്ഞിന് ഒരു കുഴപ്പവും കൂടാതെ ഞങ്ങൾക്ക് തരുമെന്ന് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ ഉടമ്പടി വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് മുമ്പോട്ട് പോയി. ആ സമയത്താണ് ഡോക്ടേഴ്സ് പറയുന്നത് ആദ്യത്തെ കുഞ്ഞിൻ്റെ പ്ലാസൻ്റ അവർ എക്സാമിനേഷൻ ചെയ്തപ്പോൾ ഹിസ്റ്റോപത്തോളജി ഒക്കെ വിട്ടപ്പോൾ അതിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറവായിരുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവർ രണ്ടാമത്തെ കുഞ്ഞിന് ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി പ്രഗ്നൻസി ഹെൽത്തി ആയിട്ട് മുമ്പോട്ട് പോകാൻ എനിക്ക് ആസ്പിരിൻ ടാബ്ലറ്റ്, പ്രൊജസ്ട്രോൺ, പെസറി ഒക്കെ 35 ആഴ്ച വരെ കഴിക്കണമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഈ ഒരു കാര്യം എൻ്റെ കൊളീഗിൻ്റെ അടുത്ത് ഞാൻ ഷെയർ ചെയ്തപ്പോൾ അവർ പറഞ്ഞു അവർക്ക് ഇതുപോലെ പ്ലാസൻ്റയിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറവായിട്ട് അവരുടെ കുഞ്ഞ് മരിച്ചാണ് ഉണ്ടായതെന്ന്. അപ്പം അന്നാണ് എനിക്ക് എൻ്റെ ആ മനസ്സിലുണ്ടായിരുന്ന ചോദ്യം, എന്തുകൊണ്ട് ഒരു കുഴപ്പമില്ലാഞ്ഞിട്ടും വാട്ടർ നേരത്തെ ബ്രേക്കായി എന്നുള്ളതിൻ്റെ ഉത്തരം കിട്ടിയത്. കാരണം അമ്മ മാതാവ് അവർ പേരൻസ് ഉടമ്പടി എടുക്കാനായിട്ട് വീട്ടിൽ നിന്ന് പോന്നപ്പോഴേ അമ്മ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെട്ട് ഞങ്ങളുടെ കുഞ്ഞിനെ സംരക്ഷിച്ചു. അതിന് അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉടമ്പടി ആദ്യമായിട്ട് തീർത്ഥാടന ഉടമ്പടി എടുത്തപ്പം ഇവിടെ വന്ന് ഉടമ്പടി പത്രിക മേടിച്ച് നാട്ടിലും അയർലൻഡിലും ഒക്കെ എല്ലാവർക്കും കൊടുത്തിരുന്നു. പിന്നെ ഉടമ്പടി ധ്യാനം, ഡെയിലി ബ്രെഡ് സാക്ഷ്യങ്ങളൊക്കെ കാണുകയും വാട്സപ്പിൽ ഷെയർ ചെയ്യുകയും ചെയ്യാറുണ്ട്. പിന്നെ സാധിക്കുന്ന അവസരങ്ങളിലൊക്കെ കൃപാസനത്തെയും ഉടമ്പടിയെയും പറ്റി മറ്റുള്ളവരോട് പങ്കുവയ്ക്കാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ വന്ന ആത്മീയ മാറ്റം എന്ന് പറഞ്ഞാൽ ഒരു സ്കൂൾ കാലഘട്ടമൊക്കെ വരെ എല്ലാ ദിവസവും സാധിക്കുമ്പോഴൊക്കെ പള്ളിയിൽ പോകും. ആത്മീയ ജീവിതത്തിലൊക്കെ വളരെ മുമ്പിട്ട് നിന്ന്. പക്ഷേ സ്വന്തമായിട്ട് കയ്യിൽ ഫോണ് സ്വാതന്ത്ര്യമൊക്കെ ആയപ്പോൾ അത് വളരെ പിന്നിലായി കുടുംബ പ്രാർത്ഥന എന്നൊക്കെ പറയുന്ന നെറ്റിയിൽ വിശുദ്ധ കുരിശിൻ്റെ അടയാളം വരയ്ക്കുന്ന അത്രത്തോളം അത് വധിച്ചിരുന്നു. ഒരു ബുദ്ധിയൊക്കെ മന്ദീഭവിച്ച് ഹൃദയമൊക്കെ ഘനീഭവിച്ചൊരവസ്ഥയായിരുന്നു. എന്തിന് ജീവിക്കുന്നു, ഒരു ഡിപ്രഷൻ, കുറ്റബോധം, നിരാശ, അങ്ങനെ ഒരവസ്ഥയിൽ ആയിരിക്കുന്ന സമയത്താണ് ഈ സംഭവങ്ങളൊക്കെ സംഭവിക്കുന്നതും ഉടമ്പടിയെപ്പറ്റി മനസ്സിലാക്കുന്നതും. അതൊരു പിടിവള്ളി പോലെയായിരുന്നു എനിക്ക് മുമ്പോട്ടേക്ക് പൊങ്ങി വരാൻ, ജീവിതത്തിൽ മുമ്പോട്ടേക്ക് പോകാനായിട്ട്. പിന്നെ കുടുംബ പ്രാർത്ഥന സ്ഥിരമായിട്ട് ചെല്ലാനായിട്ട് മാതാവ് സഹായിച്ചു, ഈശോയെ സഹായിച്ചു. സാധിക്കുമ്പോഴൊക്കെ വിശുദ്ധ കുർബാനയും പങ്കെടുക്കാനും കുമ്പസാരിക്കാനും സാധിച്ചു. ക്ഷമിക്കാനായിട്ട് ഒരിക്കലും ക്ഷമിക്കില്ല, മിണ്ടില്ല എന്ന് വിചാരിച്ചിരുന്ന 2 വ്യക്തിയെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരുന്നതൊക്കെ അവരോട് അങ്ങോട്ട് വിളിച്ച് സംസാരിക്കാനൊക്കെ ഈ ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുത്തതിലൂടെ സാധിച്ചു. പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് ചെയ്യുന്ന അറിയാത്ത ഒരു കുടുംബത്തിന് എല്ലാ മാസവും സാമ്പത്തികമായിട്ട് സഹായം ചെയ്യാറുണ്ട്. മാനസിക രോഗികളായിട്ടുള്ള സ്ത്രീകളെ സംരക്ഷിക്കുന്ന ഒരു കേന്ദ്രത്തിലും സാമ്പത്തികമായിട്ട് സഹായിക്കുന്നുണ്ട്. അമ്മ മാതാവും ഈശോയും ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും 1000 നന്ദി അർപ്പിക്കുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ പ്രസവത്തോളം എത്തിച്ചിട്ട് പ്രസവമുണ്ടാകാതിരിക്കുമോ? ജന്മം നൽകുന്ന ഞാൻ ഗർഭപാത്രം അടച്ചു കളയുമോ? യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 66-ാം അധ്യായം 9-ാം വചനമാണ്. ഇത് പരിശുദ്ധ അമ്മയുടെ ഈശോയുടെയും ഒരു വലിയ സംരക്ഷണമാണ്. ഈശോയും അമ്മയും കാത്തു പരിപാലിച്ച് ആ കുട്ടിയെ ആ വെള്ളം ബ്രേക്ക് ആയതും പിന്നീട് നമ്മൾ അറിയുന്ന 2ാം കുട്ടി ജനിച്ചപ്പോഴാണ് അത് ദൈവത്തിൻ്റെ ഒരു വലിയ സംരക്ഷണമായിരുന്നെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
നമ്മളറിയാത്ത രീതിയിലാണ് ദൈവം നമ്മളെ കാത്തു പരിപാലിക്കുന്നത്. പരിശുദ്ധ അമ്മയോട് നമ്മൾ എന്ത് പറഞ്ഞാലും ഈശോയുടെ എല്ലാ കാര്യവും നമ്മുടെ ഓരോ കാര്യങ്ങളും കൊണ്ടുപോകുന്നത് പരിശുദ്ധ അമ്മ കൊണ്ടുപോകുന്നത് ഈശോയിലേക്കാണ്. അന്നത്തെ ദിവസം ആ ഹോസ്പിറ്റലിൽ ഈ മകളുടെ വെള്ളം വാട്ടർ ബ്രേക്കായപ്പോൾ യൂട്രസ് സ്വന്തം അച്ഛനും അമ്മയും കൃപാസനത്തിലേക്ക് പോരുന്ന വഴിയായിരുന്നു. കൃപാസനത്തിലേക്ക് വരുന്ന വഴിയിലാണ് ഈ ന്യൂസ് അവർക്ക് കിട്ടുന്നത്. അവർ ഉടമ്പടി എടുക്കാൻ വരുമായിരുന്നു. ഒരു പക്ഷേ ആ സ്റ്റെപ്പ് എടുത്തത് പരിശുദ്ധ അമ്മ പറഞ്ഞിട്ടാവാം അവരന്ന് പോരുന്ന വഴിക്ക് തന്നെ ഇവിടെ വന്ന് ആ നിയോഗം വെച്ചത് ആദ്യത്തെ കുട്ടിയുടെ ഒരു സേഫ് ഡെലിവറിക്ക് ഒരു സേഫ് ബർത്തിന് വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെയാണ് ആ മകൾ ജനിക്കുകയും എല്ലാം ഈശോയും അമ്മയും കാത്ത് സംരക്ഷിക്കുകയും ചെയ്തത്. പിന്നീട് ഈ മകൾ പറഞ്ഞൊരു ഡ്രൈവിംഗ് ലൈസൻസ് ആയിരുന്നു. മകൾക്ക് അത്ര കോൺഫിഡൻസ് ഇല്ലായിരുന്നു, ലാംഗ്വേജ് പ്രോബ്ലം ഉണ്ടായിരുന്നു, പിന്നെ ലാക്ക് ഓഫ് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ഇതെല്ലാമായിട്ടും ഡ്രൈവിംഗ് ലൈസൻസ് പെട്ടെന്ന് കിട്ടിയെങ്കിൽ ഈ മകൾ പറയുന്നത് ഇതെൻ്റെ മെറിറ്റ് അല്ല, ഇത് ദൈവത്തിൻ്റെ ഒരു കൃപയാണ്, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നാണ്. പിന്നീട് ഇവിടെ ഒരു ആഗ്രഹമായിരുന്നു ഒരു കാർ വാങ്ങണമെന്ന്. ഓരോ കാര്യങ്ങളും ഇവർ വാങ്ങിക്കുന്നതിനും ചെയ്യുന്നതിനും എല്ലാം മുൻപ് പരിശുദ്ധ അമ്മയോട് കൺസൾട്ട് ചെയ്യുന്നതാണ്. അമ്മയ്ക്ക് ഇഷ്ടമാണെങ്കിൽ ഈശോയോട് ചോദിച്ച് ഞങ്ങൾക്ക് വാങ്ങിത്തരിക എന്നാണ്. അങ്ങനെ ഈ മക്കൾ പ്രാർത്ഥിച്ചനുസരിച്ച് കാർ മേടിക്കാൻ പോയപ്പോഴും ഈ മകളുടെ മനസ്സിൽ മരിയ എന്നുള്ള വാക്ക് വയ്ക്കുകയും ആ ഓണറിൻ്റെ വീട്ടിൽ ചെന്നപ്പോഴത്തേന് ആ ഓണർ ഭാര്യയെ വിളിക്കുന്നു മേരി എന്ന് വിളിക്കുന്ന കേട്ടപ്പോൾ ഇത് അമ്മയുടെ ഇടപെടലാണ്, ഒരമ്മയുടെ അടയാളമായിട്ടാണ് ഇവർക്ക് മനസ്സിലാക്കിയത്. ഓരോ കാര്യത്തിലും ഓരോ പ്രശ്നങ്ങളിൽ ഇടപെടുമ്പോഴും ഈശോയുടെയും അമ്മയുടെയും ഇടപെടൽ പല രീതികളിലാണ് ഇവർക്ക് സാന്നിധ്യം മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെയാണ് അയർലൻഡിൽ ഒരു വീട് കിട്ടുക വളരെ പ്രയാസമാണ്. അവിടെയും ഈശോയും അമ്മയും ഇടപെട്ട് പെട്ടെന്ന് തന്നെയാണ് ബിൽഡേഴ്സിൻ്റെ പേപ്പറും എല്ലാം റെഡിയാക്കി കൊടുത്ത് മാതാവിൻ്റെ ഇടപെടൽ പല വ്യക്തികളിലൂടെയാണ് ഇവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അങ്ങനെയാണ് അയർലൻഡിലൊരു നല്ലൊരു ഭവനം ഇവർക്ക് മേടിക്കുവാൻ സാധിച്ചത്. പിന്നെയാണ് രണ്ടാമത്തെ കുട്ടിയുടെ ബർത്ത്. 3-ാം മാസം ബ്ലീഡിങ് ആയപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് കുഞ്ഞിനായി പ്രാർത്ഥിച്ചു. ഹോസ്പിറ്റലിൽ ഹെൽത്തി ചൈൽഡിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു, കാരണം ക്ലോട്ട് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ചൈൽഡിൻ്റെ പ്ലാസൻ്റ എക്സാമിനേഷൻ ചെയ്തപ്പോൾ ബ്ലഡ് സർക്കുലേഷൻ കുറവായതെന്ന് മനസ്സിലായി. അതുപോലെ തന്നെ ഈ കുട്ടിക്ക് കൂടുതൽ അവർ സംരക്ഷണം നൽകിയിരുന്നു. പ്രാർത്ഥിച്ചു, കൂടുതൽ തീഷ്ണതയോടെ ഉടമ്പടി എടുത്താണ് ഈ മകൾ പ്രാർത്ഥിച്ചത്. അമ്മ കൂടെയുണ്ടെന്നുള്ള ഒരു ധൈര്യമുണ്ടായിരുന്നു ഈ മകൾക്ക്, അതുകൊണ്ട് ഭയമില്ലായിരുന്നു. പൂർണ്ണ ആരോഗ്യത്തോടെ പൂർണ്ണ വളർച്ചയോടെ അമ്മയുടെ സന്നിധിയിൽ ഈ കൊച്ചിനെ കൊണ്ടുവരണം, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ മകൾ ഈ കുട്ടിക്ക് വേണ്ടി യാചിച്ചത്. അതും ഈശോയും അമ്മയും കനിഞ്ഞനുഗ്രഹിക്കുകയായിരുന്നു. നമ്മുടെ ജീവിതത്തിലും ദൈവത്തിനൊരു പ്ലാനും പദ്ധതിയും ഉണ്ട്. ദൈവം ആരംഭിച്ച നല്ല പ്രവർത്തികൾ അത് കുടുംബത്തിലായാലും ജോലിയിലായാലും ആരോഗ്യത്തിലായാലും ഒരു കുഞ്ഞിന് വേണ്ടിയായാലും ദൈവം അത് പൂർത്തിയാക്കും. പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിൽ ഉടമ്പടി ജീവിതം ഉറച്ച വിശ്വാസത്തിൽ ജീവിച്ചുകൊണ്ട് വിശ്വാസത്തോടെ നമ്മൾക്ക് പരിശുദ്ധമ്മയുടെ കരം പിടിച്ച് ഉടമ്പടി ജീവിതത്തിൽ വിശ്വസ്തയോടെ നയിക്കാം. ടെസീന ജോസിന് കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.